മലയാളികളുടെ ഒരു കൊച്ചു ഗൾഫാണ് മാൾട്ട. ഗൾഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫിനെക്കാട്ടി ബെറ്റർ ആണ്. യെസ്, യൂറോപ്പിൽ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ മലയാളികൾ മൈഗ്രേറ്റ് ചെയ്തത്, പ്രത്യേകിച്ച് ജോലിക്കും ബിസിനസിനും പഠിക്കാനും ഒക്കെ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തതും ഇപ്പോഴും മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാണ് മാൾട്ട. ആ മാൾട്ടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്, മലയാളിയുടെ സ്വന്തം മാൾട്ടയിൽ. നമ്മളിപ്പോൾ ചെറിയൊരു മീറ്റപ്പ് വൈകിട്ട് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കാം ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഈ ജോലി തിരക്കുകൾക്കിടയിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ കാണാനായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ മാൾട്ടയില് നമ്മൾ മീറ്റപ്പിന് പോകാനായിട്ട് വല്ലറ്റ എന്ന് പറയുന്ന ഇവരുടെ ക്യാപിറ്റൽ സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ ദുബായിലെ കരാമ ഭാഗമൊക്കെ പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം രാത്രി ഈ ഭാഗത്തെ ആ ഓൾഡ് സൂക്ക് ആ ഒരു വൈബ് എനിക്ക് ഇവിടെ കിട്ടുന്നു. ഇപ്പം ഉള്ളല്ലോ വൈകിട്ടായപ്പോഴത്തേക്കിനും നല്ല ഭംഗിയുള്ള ഒരു ഫൗണ്ടൻ. ഞങ്ങളിവിടെ അടുത്ത് എവിടെ ഒരു ചായക്കടയുണ്ട്, ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ്, ഇത് വല്ലറ്റ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നി കാണുന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടെ ഒരു ചായക്കട, മാൾട്ടയിലാണ് ഒരു ചായക്കട. ആ ചായക്കടയിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ പരിപ്പുവട, ഉഴുന്നുവട, ബീഫ് കട്ട്ലറ്റ്, അങ്ങനെ സുഗിയൻ, ബോണ്ട, അവിടെ പലവിധ ഭക്ഷണം ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല, അതൊക്കെ ഇവിടെ ഉണ്ട്. പരിപ്പുവടയും ഉഴുന്നുവടയും ബോണ്ടയും മുളക് ബജിയും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ ചായക്കടയിൽ. ഇത് മാൾട്ട എന്ന രാജ്യമാണ്. ഈ ചായക്കട നടത്തുന്ന ആരാ? ബാക്കിയാണോ? ഓക്കെ, നിങ്ങളോട് വർക്ക് ചെയ്യാം. ഇതൊരു മാൾട്ടക്കാരന്റെ ചായക്കടയാണല്ലേ? ശരി. ഇത് ജോബി ഉണ്ട്, പിന്നെ ആയുബ്ക ഉണ്ട്, ബാക്കിയുണ്ട്. ബാക്കിയുണ്ടോ? എന്തായാലും ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. മാൾട്ടയിലാണ്. മാൾട്ടയിൽ വന്നപ്പോഴത്തേക്കും മാൾട്ടയിൽ വന്ന നമുക്കറിയാം, എല്ലാവർക്കും അറിയാലോ, മലയാളികളുടെ സ്വന്തം മാൾട്ട എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പോസ്റ്റർ ഇട്ടതാണ് ഇൻസ്റ്റാഗ്രാമിൽ, ഒരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും ഇത്രയും ആളുകൾ ഇവിടെ നമ്മൾ ഒരുമിച്ചൊന്ന് ഗ്യാദർ ചെയ്തു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു. ഇങ്ങനെ എല്ലാവരുടെയും ജോലി തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ചെറിയൊരു ഗ്യാദറിങ്ങിന് വന്നതിന് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ എനിക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ ജില്ലകളിൽ നിന്നും മാത്രമല്ല, ഇവിടെ പല മേഖലയിൽ പല രീതിയിൽ പല ജോലികൾ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതിനകത്ത് ബസ് ഡ്രൈവേഴ്സ് ഉണ്ട്, ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്, പിന്നെ എന്താ പറയുക കാർപെൻറ്റർ ഉണ്ട്, പിന്നെ എന്താണ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ പ്രൊഫഷണൽസ് ഉണ്ട്, ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, തുടങ്ങി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും നമുക്കിവിടെ മലയാളികളെ കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ മാൾട്ടയിൽ ഒരാഴ്ചയായിട്ട് വന്ന ഒരാൾ മുതൽ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. എന്നിവിടെ വന്നിട്ട് മാൾട്ടയിൽ നിന്ന് കല്യാണം കഴിച്ച് 2 കുട്ടികളെ വരെ ഉണ്ടാക്കി ഇവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ വരെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവരിതുവരെ നാട്ടിൽ കൊണ്ടുപോയിട്ടില്ല ഭാര്യനെ പിള്ളേര്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ ചേച്ചി പറയുന്നുണ്ട്. എന്തായാലും ഹാപ്പി ഫോർ യു. എന്തായാലും താങ്ക്സ് എ ലോട്ട്. ഈ ഒരു ട്രിപ്പിൽ സിംഗപ്പൂർ വെച്ചിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ചെറിയൊരു മീറ്റപ്പ് ഇതേപോലെ പ്ലാൻ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ മാൾട്ടയിൽ വെച്ചിട്ട് ഐ എം സോ ഗ്ലാഡ് ടു സീ ഓൾ ഓഫ് യു. എന്തായാലും വന്നതിൽ സന്തോഷം, കണ്ടതിൽ സന്തോഷം. ഞങ്ങളെല്ലാവരും വന്ന് ഇവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എവിടെ പോയാലും ദോശയല്ല പറയല്ലേ, ഇവിടെ മാൾട്ടയിൽ വന്നിട്ട് ദോശ വേണ്ടാന്ന്. നിങ്ങൾ എടുക്ക് നിങ്ങളെല്ലാരും ഒരു കൈ പിടിക്കൂലേ? പുള്ളിക്ക് എന്നെ കൊണ്ട് മസാല ദോശ തീറ്റിക്കണമെന്ന് ഭയങ്കര നിർബന്ധം. എന്നാ പിന്നെ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് മീറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ചായ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു 10-70 പേരുണ്ടായിരുന്നു. നമ്മൾ ആ വീഡിയോ എടുത്തതിന് ശേഷം കുറേ ആളുകൾ വന്നു, അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ആയൂബും അതേപോലെ തന്നെ ജോബിയും കൂടെയാണ് ഇത്രയും ആളുകളെ ഇവിടെ ഈ ഒരു ഷോർട്ട് ടൈമിൽ സംഘടിപ്പിച്ചത്. ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. എന്താ ഗ്രൂപ്പിന് പേര്? യുവതാരം മാൾട്ട. കമ്മ്യൂണിസ്റ്റുകാരായിട്ടോ എല്ലാം സഖാക്കന്മാരാ. ഇവിടുത്തെ മാൾട്ടയിലെ സഖാക്കന്മാരുടെ ഗ്രൂപ്പ്. അല്ല നമ്മൾ മലയാളികൾ എവിടെ പോയാലും നമ്മുടെ എന്താ പറയാ ആ പൈതൃകവും മറ്റേ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ആ ഒരു താത്വിക അതൊന്നും വിട്ടുകളയത്തില്ലല്ലോ. എന്നാലും എന്താണല്ലോ ലൈക്ക് ഫൈൻ, എല്ലാരും ജീവിക്കാൻ വേണ്ടിയാണ് അല്ലേ? ജീവിക്കാൻ വേണ്ടി. അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഫ്രണ്ട്സായി. അതാണ് ഇപ്പൊ എന്നെ കാണാൻ വന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും പല ഫ്രണ്ട്ഷിപ്പായി. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഞങ്ങൾ ഒരു ചായ കൂടെ കുടിച്ചിട്ട് മസാല ദോശ എടുക്കുന്നുണ്ട്, അതുകൂടെ കഴിച്ചിട്ട് പോകാന്ന് പറയുന്നുണ്ട്. അവിടെ ദോശ
മാൾട്ടയിൽ നിന്നും മസാല ദോശ നോക്കൂ. മസാല ദോശ ഉണ്ടാക്കി കട്ട് ചെയ്ത് പാത്രത്തിൽ വെച്ച് തന്നിരിക്കുകയാണ്. സാമ്പാറ് ഇത് ഒരെണ്ണം മതി, ഇത് നമ്മൾ എല്ലാവരും കൂടെ കഴിക്കും. ഇത് കണ്ടോ, ചിരട്ടപ്പുട്ട് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പുട്ട്, മുട്ടക്കറി, പിന്നെ ചിക്കൻ്റെ സാധനങ്ങൾ പല ടൈപ്പ് ഉണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ്, ബിരിയാണി എല്ലാം ഉണ്ട്. അങ്ങനെ മാൾട്ട ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഞങ്ങളിവിടെ ദോശ കഴിക്കുകയാണ്, മസാല ദോശ. നോക്കൂ, ഞങ്ങൾ അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ഒരു വല്ലറ്റ മെയിൻ ഏരിയ, അതായത് റിപ്പബ്ലിക്കൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒന്ന് വന്നതാണ്. നമ്മൾ നാളെ പകൽ ഇവിടെ വരും, പക്ഷേ ഇവിടുത്തെ ഈ ഒരു രാത്രിയിലത്തെ ഭംഗി അത് പകൽ വന്നാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ കെട്ടിടങ്ങളൊക്കെ നോക്കി, ഇതൊക്കെ നോക്കി വെച്ചോ കേട്ടോ, നാളെ ഇനി അത് പകൽ കാണിച്ചു തരാം. എന്ത് രസമല്ലേ, എന്ത് ഭംഗിയുള്ള കെട്ടിടങ്ങളല്ലേ. ഒരു പഴയ ഒരു ഇത് ആക്ച്വലി നമുക്ക് ബ്രിട്ടീഷ് സ്റ്റൈലിൽ നിന്നും പറയാൻ പറ്റില്ല. അത് വേറെ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലെ കെട്ടിടങ്ങളാണ് ഇവിടെ കാണുന്നത്. ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കെട്ടിടങ്ങളാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് ഞാൻ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് വന്നു. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ആ ഒരു സ്ട്രീറ്റ്. ഈ ഒരു ഭാഗത്ത് രാത്രി ഇപ്പം സമയം 11 മണിയായി, എന്നിട്ട് ഇവിടത്തേക്ക് ഒരു വൈബ് കണ്ടല്ലേ, അടിപൊളിയാണല്ലോ. ഈ കാണുന്നത് ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടലാണ്. പിന്നെ ഇത് ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലാണ്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇന്റർ കോണ്ടിനെന്റൽ. പിന്നെ കബാബ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് മൾട്ടിനാഷണൽ ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും. ഏത് രാജ്യത്തിന്റെ ഫുഡ് വേണേലും നമുക്ക് ഇവിടെ കിട്ടും. രാത്രി വലിയ വലിയ വണ്ടികളൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കൊന്ന് ഇവിടെ മൊത്തം ബാറുകളും പബ്ബുകളും അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആണെന്ന് തോന്നുന്നു. അതിനിടയ്ക്കൊക്കെ ഹോട്ടലുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഏരിയ അടിപൊളിയാണ്. ഞാൻ ഇന്ന് അത്യാവശ്യം നല്ല ടയർഡാണ്, ബിക്കോസ് ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ ഫുള്ള് വന്ന് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി നടന്ന് ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഐ നീഡ് ടു ഗെറ്റ് എ പ്രോപ്പർ സ്ലീപ്പ്. എന്നിട്ട് ബാക്കി നമുക്ക് മാൾട്ട ബാക്കി നാളെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ നെക്സ്റ്റ് ഡേ നമ്മൾ വല്ലറ്റ കറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ ഒന്ന് കറങ്ങണം, മാൾട്ടയൊക്കെ ഒന്ന് ഈ മെയിൻ ഐലൻഡൊക്കെ ഒന്ന് കാണണം. കണ്ടിട്ട് നമ്മളിന്ന് തിരിച്ചു പോകും. അതാണ് പരിപാടി. അവിടെ കുറേ കെട്ടിടങ്ങളുണ്ടോ ആ മലയുടെ മേളിൽ. ആ കെട്ടിടങ്ങൾക്ക് അടിയിലൂടെ, ആ വീടിൻ്റെ ഒക്കെ അടിയിലൂടെ റോഡ് പണിത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. നമ്മൾ ഈ ഇടുങ്ങിയ സ്ഥലങ്ങളുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതിനു മുമ്പ് മൊണാക്കോ ഒക്കെ പോയ സമയത്ത്, അൻഡോറ പോയ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടായിരുന്നു. ആ വീടിൻ്റെയൊക്കെ സ്വന്തം വീടിൻ്റെ അടിയിൽ കൂടെ ടണൽ പണിത് റോഡ് പണിതിരിക്കുകയാണ്. ആ കാണുന്ന വണ്ടി കണ്ടോ, പച്ച. ഇങ്ങനത്തെ വിൻറ്റേജ് ബസ്സുകളായിരുന്നു പണ്ട് കാലത്ത് മാൾട്ടയിൽ ഉണ്ടായിരുന്നത്. പുതിയതായിട്ട് വന്ന ഇലക്ട്രിക് വണ്ടികൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള വിൻറ്റേജ് ബസ്സുകളായിരുന്നു മാൾട്ടയിൽ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്ക് പോകാൻ വേണ്ടിയുള്ള വണ്ടികളാക്കി മാറ്റി. എന്ത് ലുക്കാല്ലേ സാധനം. ആ വണ്ടി പുതിയ വണ്ടി തമ്മിൽ നോക്കിയേ, എന്നല്ലേ ആ പഴയ വണ്ടി ഒടുക്കത്തെ ലുക്ക്. ഇതുപോലെയുള്ള ധാരാളം സൈറ്റ് സീയിങ് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ദിവസം 2 ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വണ്ടികൾ എടുത്ത് കറങ്ങാൻ പറ്റും. പിന്നെ എവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ബസ്സുകളും നമുക്ക് അവൈലബിൾ ആയിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ഒരു ദിവസത്തെ പാസ്, 2 മണിക്കൂറത്തെ പാസ്, പിന്നെ 2 ദിവസത്തെ പാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പാസുകൾ എടുത്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് സൗജന്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ഇവർക്കൊരു റെസിഡൻസ് കാർഡ് ഉണ്ടാവും, അത് വെച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു പാസ് കിട്ടും. അത് വെച്ചിട്ട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളിലൊക്കെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയും അതേപോലെ തന്നെ ലക്സംബർഗ് ഇല്ലേ, അവിടെ പിന്നെ ടൂറിസ്റ്റുകൾക്കും ഫ്രീ ആണെന്ന് തോന്നുന്നു. അവിടെ എവ്രി വൺ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വി ഹാവ് ടു പേ. അങ്ങനെ ഈ എക്സ്ട്രീം വിന്ററിലും മാൾട്ടയിൽ വന്നിട്ട് കണ്ടില്ലേ, ജാക്കറ്റ് ഒന്നും ഇല്ലാതെ ധൈര്യപൂർവ്വം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജാക്കറ്റില്ല, ബാഗില്ല, ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇത്തരത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടാണ് ഇവിടെ, ഇത്ര പ്രതീക്ഷയിലാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഇറ്റലി തണുപ്പാ. അവിടെ നിന്ന് ഒരു 80 കിലോമീറ്റർ, ഒരു 1.5 മണിക്കൂർ ഒരു ഫെറിയിൽ കയറി വന്നപ്പോൾ ഇവിടുത്തെ ദ്വീപിലെ അവസ്ഥയാണിത്. ഇതാണ് മാൾട്ട. ഈ മൈഗ്രൻസിനും അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും ടൂറിസ്റ്റുകൾക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടുത്തെ വെതർ അടിപൊളി വെതറാണ്. നല്ല മണം. എന്ത് മണം അത്? ഇവിടെ മൊത്തം സ്നാക്സ് ആണ് കേട്ടോ. പഴംപൊരി മറ്റേ നമ്മുടെ കട അപ്പുറത്തുണ്ട്, പക്ഷേ ഇവിടെ മൊത്തം മറ്റേ ഇവരുടെ ഇറ്റാലിയൻ സ്നാക്സും പിസ്സ, പിന്നെ അങ്ങനത്തെ കുറേ സംഭവമുണ്ടല്ലോ, അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് മൊത്തം കൂടുതലും. ഇത് നമ്മൾ ഇന്നലെ വന്ന ആ ഒരു
ഫൗണ്ടൻ്റെ ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് മെയിനായിട്ട് കാണാണ്ട് ഇവിടുത്തെ മെയിൻ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഞങ്ങൾ രാവിലെ ഒരു ചായയും പരിപ്പുവടയും. ഇന്നിവിടെ വന്നപ്പോൾ അവിടെ നല്ല പപ്സ്, മുട്ട പപ്സ്, ചിക്കൻ പപ്സ്, കട്ട്ലറ്റ്, ഉള്ളിവട ഇതെല്ലാം ഉണ്ട്. അല്ലേ, നിങ്ങൾക്കൊക്കെ നാട്ടിൽ നിൽക്കുന്ന അതേ ഫീലാണല്ലോ ഇവിടെ. കാലാവസ്ഥയും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്കൊരു വിദേശത്ത് നമ്മളൊരു ഫീൽ ഇല്ലാത്തൊരു സ്ഥലമാണ് മാൾട്ട. വേറൊരു കാര്യം, ഇവിടെ മാൾട്ടയിൽ ഏകദേശം ഒരു 15,000-ലധികം മലയാളികൾ തന്നെയുണ്ട്. ഇവരൊക്കെ കുറേ സംഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇവരൊക്കെ കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ വിസ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങോട്ടൊക്കെ വരുന്ന ആൾക്കാർ. പണ്ട് ആളുകൾ വന്നുകൊണ്ടിരുന്ന പോലെ ഇപ്പോൾ ആൾക്കാർ വരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ കുറേ കൂടെ സ്ട്രിക്റ്റ് ആക്കിയെന്ന് തോന്നുന്നു. നമ്മുടെ ഈ മാൾട്ട എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യമുണ്ടല്ലോ, ഈ ഒരു രാജ്യം സത്യം പറഞ്ഞാൽ യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും ഇടയ്ക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു നേവൽ ബേസ് ആയിരുന്നു ഈ മാൾട്ട. സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള കോളനികളിലെ ആളുകളെ പീഡിപ്പിച്ച പോലെ ഇവർ മാൾട്ടയിലെ ആളുകളെ പീഡിപ്പിച്ചിട്ടില്ല. കാരണം അവർക്ക് ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനായിരുന്നു. നല്ലൊരു സ്ഥലമല്ലേ. കാരണം എന്താ പറയുക, മെഡിറ്ററേനിയൻ സീയുടെ നടുവിലുള്ളൊരു ദ്വീപ്, കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ദ്വീപ്. അപ്പോൾ ആ ഒരു ദ്വീപിൽ അവർ കുറേ സഹായങ്ങൾ ചെയ്ത് അവർ തീറ്റിപ്പൂറ്റിക്കൊണ്ട് നടന്ന അവർ നന്നായിട്ട് സൂക്ഷിച്ചൊരു സ്ഥലമാണ് മാൾട്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ പ്രത്യേകതകളും അഹങ്കാരവും ഒക്കെ മാൾട്ടയ്ക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മാൾട്ടയുടെ ആ ഒരു വല്ലറ്റ മെയിൻ ഏരിയയിലേക്ക് കയറി വരുമ്പോഴത്തേക്കിനും ഇത് നമുക്കൊരു സിറ്റി വാൾ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അത് റിനോവേറ്റഡ് ആണ്. അപ്പോൾ ഈ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു കോട്ട പോലത്തെ ഒരു സ്ഥലം, അതിനകത്ത് വോളൊക്കെ പണിതിങ്ങനെ ഇരിച്ചിരിക്കുന്നത്. ഈ വോളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്നുള്ള മണ്ണെടുത്തിട്ട് അല്ലെങ്കിൽ പാറ എടുത്തിട്ടാണ് പണിതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വലിയൊരു കുഴി. മെയിനായിട്ട് നമുക്കറിയാമല്ലോ, ഈ പല കോട്ടകൾക്കുള്ളിലും പെട്ടെന്ന് ആളുകൾ വന്ന് കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള വലിയ കിടങ്ങുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കിടങ്ങുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലൂടെ കാണാൻ സാധിക്കും. ഈ ഒരു ഏരിയ ഭയങ്കര ഹാപ്പനിങ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം ശരിക്കും അതിമനോഹരമാണ്. ഇവിടെ രണ്ട് സൈഡിലും നമുക്ക് വലിയൊരു എന്താ പറയുക, ഇതുപോലെയുള്ള മറ്റേ പീരങ്കിയൊക്കെ വെക്കുന്ന ടൈപ്പ് പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും മാൾട്ടയുടെ ആ ഒരു പുരാതന നഗരത്തിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്, ഒരു സിറ്റി വാളാണ്. പണ്ട് മാൾട്ടയിലെ വല്ലറ്റ എന്ന് പറയുന്ന ഈ ഒരു നഗരം സത്യം പറഞ്ഞാൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പിന്നെ ഡെവലപ്പ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയിട്ട് പോയതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ബാക്കിയുള്ള വല്ലറ്റയിലെ ഭാഗങ്ങൾ, തൊട്ടപ്പുറത്തുള്ള ബാക്കി സ്ഥലങ്ങളൊക്കെ. ഇവിടെ നമുക്ക് വളരെ പഴയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ വളരെ പുതിയ കെട്ടിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ പുതിയ കെട്ടിടം എന്ന് പറയുന്നത്. പിന്നെ ഇത് ആ കാണുന്നതാണ് പഴയ കെട്ടിടങ്ങൾ. ഈ അതും പഴയ കെട്ടിടമല്ല കേട്ടോ, അതും പുതിയ കെട്ടിടമാണ്. അതിനകത്ത് പഴയ രീതി ചെയ്തിരിക്കുന്നതാണ്. ഈ കാണുന്ന ഈ ജനൽ കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഡിസൈനാണ്. ശരിക്കും ഇറ്റാലിയൻ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മാൾട്ടയുടെ ഈ ഒരു പഴയ നഗരമൊക്കെ ഡിസൈൻ ചെയ്തത്. എന്നാലും ഇവിടെ നമുക്കൊരു ഇറ്റാലിയൻ മിക്സും പിന്നെ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ആ കാണുന്ന ആ ഒരു ജനൽ കണ്ടില്ലേ, ആ ജനൽ വലിയൊരു ഇവിടുത്തെ ഒരു മെയിൻ ഐക്കോണിക് സംഭവമാണ്. അതിൻ്റെ സുവനീറൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, ആ ജനലിൻ്റെ ഷേപ്പിലുള്ള സുവനീറൊക്കെ. നമ്മൾ ദുബായിലൊക്കെ പോകുന്ന പോലെ തന്നെ നമുക്ക് എവിടെ പോയാലും ഒരു മലയാളിയെ കാണാൻ സാധിക്കും. ഇവിടെ മാൾട്ടയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ കയറിയാൽ ഒരു ബസ് ഡ്രൈവറെ കാണാൻ സാധിക്കും. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ കാണാൻ സാധിക്കും. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഷെഫിനെ കാണാൻ സാധിക്കും. അതിപ്പോൾ മലയാളി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ ഒരു മലയാളം ഉണ്ടാവും. അങ്ങനെ നാനാ മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇന്നലെ കണ്ടില്ലേ, കാർപ്പൻ്ററായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു മലയാളിയായിരിക്കും. അങ്ങനെ കുറേ ആളുകളുണ്ട്. പിന്നെ ഹെൽത്ത് കെയർ സെക്ടർ, പിന്നെ ഞാൻ മറന്നുപോയതും വിട്ടുപോയിട്ടുള്ള പല മേഖലകളിൽ മലയാളികളുണ്ട് ഇവിടെ എന്തോരം ടൂറിസ്റ്റുകളാണെന്നറിയോ. ഈ കണ്ട യൂറോപ്പിൽ മൊത്തം ഇത്രയും നാൾ ഞാൻ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഓരോ ഒറ്റ ടൂറിസ്റ്റിനെ കണ്ടിട്ടില്ല. ഞാൻ വന്ന ട്രെയിനുകളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കാലിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ മൊത്തം ടൂറിസ്റ്റുകളെ കൊണ്ട് തട്ടിയും മുട്ടി നടക്കാൻ വയ്യാത്ത ടൂറിസ്റ്റുകൾ. അപ്പോൾ സമ്മറിൽ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമ്മളിവിടെ എന്ത് രസമല്ലേ കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മളിവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിലേക്ക് വന്നതാണ്. 1911 മുതൽ 80 വരെ ഉണ്ടായിരുന്നു. ബോർഗ് ഒലിവർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഒരു സ്റ്റാച്ചു ഇവിടെ കാണാം. ഇതെന്താ ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ എന്ന് വരാൻ റീസൺ എന്നറിയാമോ? ഞാൻ കാണിച്ചു തരാം. അങ്ങ് ദൂരെ ഒരു കെട്ടിടം കണ്ടോ നിങ്ങൾ? ആ കെട്ടിടമാണ് ഇന്നത്തെ ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ആ കെട്ടിടമല്ല, അത് കപ്പലാണ്, അതൊരു ക്രൂസ് ഷിപ്പാണ് ആ കാണുന്നത്. ആ ക്രൂസ് ഷിപ്പ് വന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഇന്ന് ഇത്രയധികം ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്ത് വലിയ ക്രൂസ് ഷിപ്പാന്ന് നോക്കിയേ, പൊളിയല്ലേ ഇത്? എന്തൊരു വലുതാണിത്. എൻ്റെ ദൈവം, എത്ര ആയിരം ടൂറിസ്റ്റുകൾ ഉണ്ടാവുമല്ലേ. ഇതുപോലെയുള്ളൊരു ടൂറിസ്റ്റ് ഒരു ക്രൂസ് ഷിപ്പ് ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എത്ര ആയിരം ടൂറിസ്റ്റുകൾ ഉണ്ടാവും. ഇവിടെ മഹാത്മാഗാന്ധിയുടെ പേരിലൊരു സ്ട്രീറ്റ് ഉണ്ടെന്ന്, ഇവിടെ ട്രിക്ക് മഹാത്മാഗാന്ധി എന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ നമുക്കൊരു മാൾട്ട ടൈം ഗൺ മ്യൂസിയം എന്നും പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിയം ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറണമെങ്കിൽ അതിനകത്ത് കയറാം. €6 ആണ് അഡൽട്സിന് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ സംഭവം കുതിര വണ്ടി ഉണ്ടല്ലോ.
ടൈം ഗൺ മ്യൂസിയത്തിൻ്റെ പരസ്യമായിട്ട് ഒരാളവിടെ നിൽപ്പുണ്ട്. കുതിര നിൽക്കുന്നുണ്ടോ? ഇത് കൊള്ളാമല്ലേ, നല്ല കുതിര. അപ്പോൾ നമുക്ക് ഇതല്ലേ മെയിനായിട്ട് ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന സ്ഥലം. നമ്മൾ ആ വ്യൂ പോയിന്റിലേക്കുള്ള ആ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ സംഭവം കണ്ടോ, സല്യൂട്ടിങ് ബാറ്ററി എന്ന്. അതായത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അതായത് പണ്ട് നമ്മുടെ സുൽത്താൻ ബത്തേരി എന്നുള്ളൊരു പേര്, സുൽത്താൻ ബത്തേരി ഇല്ലേ വയനാട്ടിലെ, ആ ഒരു സുൽത്താൻ ബത്തേരി എന്നുള്ളൊരു പേര് വന്നത് ഈ ബാറ്ററി, അതായത് ഈ മെഷീൻ ഗണ്ണിൻ്റെ മെഷീൻ ഗണ്ണല്ലല്ലോ സോറി, നമ്മുടെ ഈ ഇതുണ്ടല്ലോ മറ്റേ എന്താ ഫയർ ചെയ്യുന്ന ഗണ്ണിന് പറയുന്ന പേരെന്തായിരുന്നു, മറ്റേ ആ സാധനമില്ലേ, പീരങ്കി. ആ പീരങ്കിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞൊരു പേര് വന്നത് എന്ന് പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോൾ പെട്ടെന്ന് നമ്മൾ ലൈവ് കമൻട്രി ആണല്ലോ, ഞാൻ അതിനെപ്പറ്റി റിസർച്ച് നടത്തിയിട്ടില്ല. അതിനെപ്പറ്റി റിസർച്ച് നടത്തി പറയാനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഓഫ് ടോപ്പിക്കാണല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വ്യൂ പോയിൻറ്റിൽ ഇങ്ങനെ ആളുകൾ നിൽക്കുന്നതും ഒരു ലിഫ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് പോകുന്നതൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം വരുന്ന വഴിക്ക് ഞാൻ കണ്ടായിരുന്നു. വ്യൂ പോയിൻറ്റിലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റുന്നില്ല, അതുപോലെ തിരക്കാണുള്ളത്. ഈ വ്യൂ പോയിൻറ്റ് കയറി കാണാൻ പോലും പറ്റാത്ത രീതിയിൽ തിരക്കാണ്. നമ്മുടെ സുൽത്താൻസ് ബാറ്ററി എന്ന് പറയുന്നത് ബേസിക്കലി ഇതേ സുൽത്താൻ ബാറ്ററി അല്ല, മറ്റേ ആ ഒരു ബാറ്ററി, അതായത് ആ പീരങ്കി വെച്ച് വെടിവെക്കുന്ന സ്ഥലം, അതാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഒരു ക്രൂസ് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര ആയിരം ആളുകളാണ് വരുന്നത്, എത്ര രൂപയുടെ കച്ചവടമായിരിക്കും അവിടെ ഒരു ദിവസം നടക്കുന്നത്, ഏതൊക്കെ രീതിയിൽ അല്ലേ. അത് ഒരു യൂറോപ്യൻ ഷിപ്പാണ്. കണ്ടോ, യൂറോപ്യൻ എന്നുള്ളൊരു കപ്പലാണ്, MSC വേൾഡ് യൂറോപ്പ എന്നാണെന്ന് അതിൻ്റെ പേര്. ആ കപ്പലിന് എത്ര നിലയുണ്ടെന്ന് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്തിട്ടൊന്ന് എണ്ണിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാമോ എത്ര നിലയുണ്ടെന്ന്. പിന്നെ ഇവിടെ ലിഫ്റ്റ് കണ്ടോ ഈ കാണുന്നത്, ഈ ലിഫ്റ്റിൽ കയറി നമുക്ക് താഴേക്ക് പോകാം. കണ്ടോ, താഴെ ഇറങ്ങാം, താഴെ നിന്ന് ലിഫ്റ്റിൽ കയറി മേളിൽ വരാം, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് താഴെ ഒരു മണ്ണ് ഡ്രഡ്ജ് ചെയ്യുന്നൊരു സംഭവം കണ്ടോ, അതായത് അവിടെ ആഴം കൂട്ടുന്ന ഭാഗമായിട്ടോ എന്തോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ അവിടെ ഇങ്ങനെ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പണിയുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും മണ്ണെടുക്കുന്ന സംഭവം കാണാം. പിന്നെ അങ്ങ് ദൂരെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ മനോഹരമായിട്ടുള്ള നമ്മുടെ മാൾട്ടയുടെ മറ്റൊരു ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചു, ആ ക്രൂസ് ഷിപ്പിൽ വന്ന 90% ആൾക്കാരും പ്രായമായിട്ടുള്ളവരാണ്. ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ ഉള്ളവരെല്ലാം ഒരു ഓൾഡ് ജനറേഷൻ ക്രൗഡാണ്. അതായത് ഈ ക്രൂസ് ട്രിപ്പ് ക്രൂസ് ട്രിപ്പിലൊക്കെ പോയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് യങ്സ്റ്റേഴ്സ് വളരെ കുറച്ചേ പോവുള്ളൂ. കൂടുതലും ഈ പറഞ്ഞ പോലെ ആൾക്കാരാണ് പോകുന്നത്, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് പോകുന്നത്. മാസങ്ങളോളം ക്രൂസ് ഷിപ്പിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു വല്ലറ്റ ആ ഒരു സിറ്റി സെൻറ്റർ ഏരിയയിൽ ഇങ്ങനെ പഴയ ആ ഒരു ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോഴൊക്കെ കാണാം ഇതൊക്കെ ആളുകൾ താമസിക്കുന്ന വീടുകളാണ് പലതും. ഈ മുകളിൽ താഴെ കടകളും മുകളിൽ വീടുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആ ഒരു മാസ്റ്റർ പീസ്, ആ ഒരു ജനലുണ്ടോ, വിൻഡോ ഉണ്ടോ, ആ വിൻഡോ ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ജനൽ, എനിക്ക് ആ ജനൽ ഒരെണ്ണം വാങ്ങണം. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ആ കടൽ, ഇന്നലെ കയറി കടലൊന്ന് കയറണേ, അവിടെ ഉണ്ട് ആ ജനലിൻ്റെ സോനികൾ. അത് ഭയങ്കര, എനിക്ക് എന്തൊക്കെ കളറിലാണ് ആ ജനൽ വെച്ചിരിക്കുന്നത്, ഏതൊക്കെ മൾട്ടി കളറിൽ. ഓരോ ബിൽഡിങ്ങുകൾ നമ്മൾ പോണ്ടിച്ചേരിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ പല കളറിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതേപോലെയാണ് ആ ബിൽഡിങ്ങുകൾക്കുള്ളിലെ ആ ഒരു വിൻഡോ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാട്ടോ അത്. ഇന്നലെ രാത്രി ഈ വഴിക്കൂടൊക്കെ ഞങ്ങൾ പോയായിരുന്നു കേട്ടോ, ഭയങ്കര വൈബായിരുന്നു രാത്രിയിൽ. ഇവിടെ ഫുള്ള് ആൾക്കാർ കള്ളു കുടിച്ച് കൂത്താട് വരും. നമ്മളങ്ങനല്ലേ പറയുന്നത്, കള്ളു കുടിച്ച് കൂത്താട് അഴിഞ്ഞിടുന്നല്ലേ നമ്മൾ പറയുള്ളൂ, അങ്ങനല്ലേ പറയുള്ളൂ, നമുക്കെല്ലാം അറിയുള്ളൂ. പീപ്പിൾ ആർ എൻജോയിങ്, അത്രേ ഉള്ളൂ. അതിന് കള്ളു കുടിച്ച് കൂത്താടുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൂത്താടുള്ളൂ. നിങ്ങൾ ആ പെണ്ണ് നിങ്ങളോട് വെൽക്കം പറഞ്ഞു ഇല്ലല്ലോ? എന്നോട് പറഞ്ഞില്ല, നിങ്ങളോട് പറഞ്ഞു? ഇല്ല, നിങ്ങളോട് പറഞ്ഞില്ല. അതിലൂടെ പോകുന്ന ബാക്കിയുള്ള വെള്ളക്കാരോടെല്ലാം അവളവിടെ നിന്ന് വെൽക്കം, കം ആൻഡ് ട്രൈ അവർ ഐസ്ക്രീം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളോട് രണ്ടുപേരോടും മാത്രം പറഞ്ഞില്ല. ഇതാണ് പ്രശ്നം, ഞങ്ങളെ വേറെ എവിടത്തോക്കാരാണല്ലോ അല്ലേ. ഇത് കണ്ട വിൻഡോ മാത്രമല്ല കേട്ടോ, ഡോറും അടിപൊളിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ ഒരു ബിൽഡിംഗ് ഡിസൈൻസും പിന്നെ ഇവരുടെ ആ ഒരു കളറും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ റിനോവേറ്റ് ചെയ്യുവാണെങ്കിലും ഇവർക്ക് ഈ ഒരു ട്രഡീഷണൽ രീതി വിട്ടു പോകാൻ പറ്റത്തില്ല. ഈ ബിൽഡിങ്ങിൻ്റെ ചേഞ്ചസ് രൂപമാറ്റം വരുത്താൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. നമുക്ക് തോന്നിയ പോലെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. അതൊക്കെയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ആ ഒരു ഭംഗി കീപ്പ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. കാരണം നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. തോന്നിയ പോലെ ചെയ്യുമ്പോൾ ഭംഗി പോയില്ലേ. രണ്ട് സൈഡിലും വീടുകളും ബാക്കിയുള്ള സംഭവങ്ങളും. ആ വീടുകൾക്ക് താഴെ നടുക്കൊക്കെ ഈ കാണുന്നതൊക്കെ ബാറുകൾ. പിന്നെ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നു, ഒരു വൈനൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ആ ഒരു വെതർ ഇങ്ങനെ എൻജോയ് ചെയ്ത്. ഇവിടെ താഴെ കടൽ കാണാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് കാണത്തില്ല, എവിടെയോ കാണാം, അപ്പുറത്തൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളും കേട്ടോ, എല്ലാ പബ്ലിക് പ്ലേസുകളിലും ഇതുപോലെയുള്ള സ്ഥലത്തെല്ലാം റെസ്റ്റോറൻറ്റുകളാണ്. ആ ഒരു ഇവിടുത്തെ ഒരു മെയിൻ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു ഏരിയ ആണത്.
ഇവരുടെ പഴയ ബ്രിട്ടീഷ് പ്രതാപം കാണിക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ വലിയ മറ്റേ പഴയ ലണ്ടൻ മറ്റേ ഇത് ടെലിഫോൺ ബോക്സ് ഉണ്ട്. ഇവിടെ ലണ്ടൻ ടെലിഫോൺ ബോക്സ്. ഇത് ഇവിടുത്തെ മാൾട്ടയിലെ കോടതിയാണ്. അതായത് ഇവിടുത്തെ മെയിൻ കോടതിയാണ് ഈ കാണുന്നത്. ഇവിടെ വിചിത്രമായിട്ടുള്ളൊരു നിയമമുണ്ട്. അയ്യൂബ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും മജിസ്ട്രേറ്റിന് മുമ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ സ്യൂട്ട് ഇട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അതായത് ബ്ലേസറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് ഈവൻ പ്രതികളാണെങ്കിൽ പോലും അങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ശരിയാത് പ്രതികൾക്ക് വരെ സ്യൂട്ട് വേണം ആണല്ലേ? പുള്ളി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. കേസിനല്ല, മറ്റേ ട്രാൻസ്ലേറ്ററായിട്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ കേസ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്ററൊക്കെ ആയിട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ സ്കോട്ട് സ്യൂട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. ഇവരൊക്കെ കോടതി പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ഇതിനകത്ത് പ്രതിയാണോ വാദിയാണോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. കുറേ പേരുണ്ടല്ലോ കോട്ട് സൂട്ട് ഇട്ട് പോകുന്നവർ. ഞാനിപ്പോൾ ഒരു കടയിൽ സുവനീർ വാങ്ങാനായിട്ട് കയറിയായിരുന്നേ. അവിടെ മലയാളി സ്റ്റാഫായിരുന്നു. പുള്ളി ഒരു ഇന്ത്യക്കാരൻ്റെ കടയാണ് സുവനീർ ഷോപ്പ് എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് ഒരു മോഹൻസ് എന്നും പറഞ്ഞൊരു കടയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1966. 1966 ആരംഭിച്ച മോഹൻസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു സുവനീർ ഷോപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സുവനീർ ഷോപ്പുകളും കച്ചവടങ്ങളും വരെ ഇന്ത്യക്കാർ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. ഞാൻ മാൾട്ട ജനൽ ഒരെണ്ണം വാങ്ങിച്ച് €4 ആണ് ഇതിൻ്റെ വില. നല്ല ക്വാളിറ്റിയുള്ള സാധനം. മാൾട്ട ജനൽ. ഇതെന്തുകൊണ്ട് ഇതെന്തുകൊണ്ട് സംഭവം? ഇത് കണ്ടോ? ഇതൊരു പരസ്യം കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് കല്യാണത്തിനും പരിപാടികൾക്കൊക്കെ ഇത് ഹയർ ചെയ്യാവുന്ന. അതായത് ഈ ഇരിക്കുന്നതൊക്കെ പാട്ടുകളാണോ ഈ സാധനങ്ങളൊക്കെ? ഇത് വെച്ചിട്ടാണ് ഇത് പ്ലേ ചെയ്യുന്നത്. കണ്ടോ? ഈ ബുക്ക് ഇങ്ങനെ പോയി കൊള്ളാമല്ലേ? ഇവിടെ വേറെ സംഭവം, അപ്പുറത്ത് വേറെ സംഭവം. ഇതായിരുന്നു അതിൻ്റെ ഫ്രണ്ട് സൈഡ്. നമ്മൾ ബാക്കാണ് കണ്ടത്. അടിപൊളി അല്ലേ? അത് ഉരുത്തിക്കൊണ്ട് കിടക്കാം പുള്ളി. കൊള്ളാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന ഒരു വണ്ടി ഇങ്ങനെ കാണുന്നത്. പുള്ളി അത് ഓഫ് ചെയ്തു. അതിൻ്റെ ബുക്ക് എടുത്ത് പുള്ളി ഇതേ മടക്കി താഴെ എടുത്ത് വെക്കുന്നു. ഇപ്പോൾ ഇതേ പുള്ളി അടുത്ത ബുക്ക് എടുത്ത് കൊണ്ടുവരുന്നു. പാട്ട് മാറ്റുന്നൊക്കെ നമ്മൾ ക്യാസറ്റ് മാറ്റി ഇടുന്ന പോലെ തന്നെ പുള്ളി പാട്ട് മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ലെവൽ ഐറ്റ കേട്ടോ. അത് കൊള്ളാം. അത് പരിപാടി പൊളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. എന്താ അല്ലേ? എന്തൊക്കെ സംഭവങ്ങളല്ലേ? നമ്മൾ മാൾട്ടയിൽ വന്നിട്ട് ശരിക്കും ഞാനിവിടെ ഒരു വൃത്തികെട്ടൊരു സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല. അതായത് നമ്മൾ ആദംസിൽ പോയപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ അവിടുത്തെ ഇമിഗ്രൻസ് താമസിക്കുന്ന ഏരിയാസ്. അതായത് ബംഗ്ലാദേശികളും ബാക്കിയുള്ള ആളുകളും പാകിസ്ഥാനികളും ഒക്കെ വന്നിട്ട് ആ ഒരു സ്ഥലമൊക്കെ ഫുള്ള് വൃത്തികേടാക്കി നശിപ്പിച്ച് ഒരുമാതിരി കോലത്തിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് അങ്ങനത്തെ സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ സ്ഥലം ഉണ്ടോ ഇല്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാനിവിടെ അങ്ങനത്തെ സ്ഥലമൊന്നും കണ്ടില്ല. എല്ലാം നീറ്റാണ്, ക്ലീനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ തന്നെ ഓരോ കെട്ടിടങ്ങളും ഓരോ എല്ലാം താഴെയൊക്കെ കടകളും മേളിലൊക്കെ വീടുകളും മറ്റുമൊക്കെ ആയിട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. വല്ലാത്തൊരു ഭംഗിയാണ് ആ ഒരു സ്ട്രീറ്റിൻ്റെ എല്ലാം. ആ ഒരു മാൾട്ടീസ് വിൻഡോ, ആ ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു മാൾട്ടീസ് വിൻഡോ ഇങ്ങനെ ആ ഒരു വീടുകളുടെ മുമ്പിൽ, പ്രത്യേകിച്ച് മുകളിലത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ ഒരു കിളിവാതിൽ പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നു. അതെല്ലാം വ്യത്യസ്തമായ കളറുകളിൽ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നു. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. സിറ്റി ഈസ് റിയലി ബ്യൂട്ടിഫുൾ. അത് മൊത്തത്തിൽ എവിടെ പോയാലും ഏത് രീതി കണ്ടാലും അത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും എല്ലാം അത് വളരെ വ്യത്യസ്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു രാജ്യമായതുകൊണ്ട്, അത് മാത്രമല്ല ഐലൻഡും കൂടി ആയതുകൊണ്ട് ക്രൈം റേറ്റ്സ് ഒക്കെ പൊതുവെ കുറവാണ്. ബേസിക്കലി ഇപ്പം പെറ്റി ക്രൈം, പിടിച്ചു പറയും, മോഷണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാനായി? ഈ ചെറിയൊരു ഐലൻഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ക്രൈം റേറ്റ് ഒക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ സുഖമായിരിക്കും അത്യാവശ്യം. ഈ നമ്മുടെ നാട്ടിൽ അക്വഡക്റ്റ് കണ്ടിട്ടില്ല നമ്മൾ, അതേപോലെ തന്നെ ഈ പണ്ട് കാലത്ത് നഗരത്തിൽ വാട്ടർ സപ്ലൈ ഉണ്ടായിരുന്നൊരു കനാല് പോലത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഈ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ അപ്പുറത്ത് റോഡുണ്ട്, വീടുകളുമുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ അത് ആളുകൾ കാർ പോർച്ച് പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ്. കണ്ടില്ലേ? ചെറിയ വാഹനങ്ങൾ, ഉയരം കുറഞ്ഞ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അതിനിടയ്ക്ക് അകത്തൂടെ നമുക്ക് അങ്ങോട്ടേക്ക് വീടുകളുടെ മുമ്പിലേക്ക് കയറ്റിയിടാം. കണ്ടോ?
അത് കൊള്ളാം പരിപാടി. അതിനകത്ത് പൈപ്പ് കണ്ടോ, പൈപ്പ് കയറി പോകുന്നതുണ്ടോ അതിനകത്ത്. ആ മേളിൽ ഹോളും ഉണ്ട്, കണ്ടില്ലേ സംഭവം. സത്യം പറഞ്ഞാല് യൂറോപ്പിലെ ഒരു കുഞ്ഞ് ദുബായ് നഗരമാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ദുബായിലുള്ള പോലെ സ്കൈ സ്ക്രാപ്പേഴ്സ് ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. വണ്ടിയുടെ നമ്പറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടുത്തെ ആ ഒരു കോംബി ബാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു വണ്ടി നമുക്കിപ്പോൾ കാണാം. അതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് ചെയ്യുന്ന പരിപാടികളാണ്. പല വണ്ടികളും നമ്മൾ അത്തരത്തിലുള്ള വണ്ടികളിലൂടെ കണ്ടായിരുന്നു. വെയിലിന്റെ ശക്തി ഉണ്ടല്ലോ, ചുട്ട് പൊള്ളുന്നേ. ചൂടെന്ന് പറഞ്ഞാണല്ലോ ഇതുപോലെ ചൂട്. ടെമ്പറേച്ചർ ഒരു 16, 15, 16, 17 റേഞ്ചിലൊക്കെ ഉള്ളൂ. പക്ഷെ വെയിലടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മറിൽ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഇത് 17th സെഞ്ചുറിയിലെ ഒരു കാത്തലിക് ചർച്ചാണ് ഈ കാണുന്നത്. മോസ്ത റൊത്തുന്തയോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആ ഒരു സ്ട്രീറ്റിന്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. ഇത് വീണ്ടും ഒരു ടണൽ. ഇതെല്ലാം ഇങ്ങനെയാണല്ലോ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെനിക്ക് എന്ത് വലിയ ടണലാന്ന് നോക്ക്. ഇത് ഓരോ വീടുകളുടെ അടിയിൽ കൂടെ എല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ടണൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ മാൾട്ടയിൽ വന്നിട്ട് മുടി വെട്ടി തീർത്തോണ്ടിരിക്കുകയാണ്. മുടി വെട്ടാനായിട്ട് കാരണം കുറേ ദിവസമായി മുടി വെട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഞാൻ നാട്ടിൽ സ്ഥിരം നാട്ടിൽ എപ്പോഴും നാട്ടിൽ പോകുന്നതല്ലേ, അപ്പം നാട്ടിലാണ് മുടി വെട്ടുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു മലയാളി എൻ്റെ മുടി വെട്ടിയിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിൽ നമുക്ക് എല്ലാം ഈ നോർത്ത് ഇന്ത്യൻ ആളുകളാണ് നമ്മുടെ അവിടുത്തെ നാട്ടിലെ ബാർബർ ഷോപ്പിലെല്ലാം ജോലിക്ക് നിൽക്കുന്ന ആളുകൾ എല്ലാവരും. അങ്ങനെ മാൾട്ടയിൽ വന്നിട്ട് ഒരു മലയാളി ചേട്ടൻ എൻ്റെ മുടി വെട്ടിയിരിക്കുകയാണ്. കുറേ നാളായിട്ട് എൻ്റെ മുടി വെട്ടുന്ന ഒരു മലയാളിയാണ് ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്നാ? അരുൺ ചേട്ടൻ പെരുമ്പാവൂരുകാരനാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. എന്തായാലും ഇതൊരു മലയാളിയുടെ ബാർബർ ഷോപ്പും കൂടിയാണ് അല്ലേ. എന്തായാലും ഭയങ്കര ഒരു സന്തോഷമായി. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. മുടി വെട്ടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ട് മുടി വെട്ടി? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഉണ്ടല്ലോ, ഞാൻ മാൾട്ടയിൽ വന്നത് എന്തിനാണ്? മുടി വെട്ടി, തുണി അലക്കി, പിന്നെ നമ്മൾ മീറ്റപ്പ് നടത്തി, നല്ല ഫുഡ് കഴിച്ചു. ഇന്നലെ ഇന്ത്യൻ ഫുഡ് കഴിച്ചു, ഇന്ന് കേരള ഫുഡ് കഴിച്ചു, ഇന്ന് പാകിസ്ഥാനി ഫുഡ് കഴിക്കാൻ പോകുന്നു. ടോട്ടൽ റിജുവിനേഷൻ. നല്ലൊരു മസാജും കൂടെ എടുക്കായിരുന്നു. അപ്പം കംപ്ലീറ്റ് തീരുമാനമായിരുന്നു. ഇത് കണ്ടോ, ഇത് കാക്ടസിൻ്റെ ഒരു മരം. ഇതിന് എത്ര വർഷം പഴക്കം ഉണ്ടാവും നോക്കി. ഇതിന് ഇത്രയും വലിയൊരു കാക്ടസിൻ്റെ മരം ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ദിസ് ഈസ് സോ ബിഗ്. അയ്യോ, ഇത് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഇവിടെ മലയാളികൾ. അകത്ത് ഷെഫ് മലയാളിയാണോ? ഇന്ത്യക്കാരായിട്ട് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് എന്ന് പേര് കൊടുത്തേക്കുന്ന ദൈവമേ, എന്തുവാടേ ഇത്? സാധാരണ എല്ലാവരും പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നും പറഞ്ഞല്ലേ ചെയ്യുക. ഇത് നേരെ തിരിച്ചാ? അടിപൊളി. അപ്പോൾ ഇത് സെൻട്രലൈസ്ഡ് കിച്ചണിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണോ? ഇവിടെ തന്നെ കണ്ടില്ലേ, ഗാർലിക് റൊട്ടിയാണ് കണ്ടോ. ഇത് വലുപ്പമൊന്നിലേക്ക് ഗാർലിക് റൊട്ടി, നോർമൽ റൊട്ടി, പിന്നെ ചിക്കൻ ടിക്ക മസാല. ഇപ്പോൾ ചോറും കൂടെ വരുന്നുണ്ട്. ഞങ്ങളൊരു ബിരിയാണിയും കൂടെ വാങ്ങിച്ചേ. പിന്നെ ഒരു ലസ്സി വാങ്ങിച്ചതാണ്. ഇത് കണ്ടില്ല, ലസ്സിയുടെ ഗ്ലാസിൻ്റെ വലിപ്പം നോക്കി. പിന്നെ ദൈവമേ, 1.5 വലിപ്പം കേട്ടോ. ഇത് ഒരു പാകിസ്ഥാനിയുടെ റെസ്റ്റോറൻ്റ് കേട്ടോ. കാരണം അതുകൊണ്ടാണ് ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാനി എന്ന് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിനി ഫെറി ടെർമിനലിലേക്ക് പോവാണ്. നമ്മളിനി തിരിച്ച് പോകാൻ മാൾട്ട കഴിഞ്ഞു, ഇനി തിരിച്ചു പോകണം. അപ്പോൾ വൈകിട്ട് 5 മണിക്കാണ് എൻ്റെ ഫെറി. 5 മണിക്ക് ഫെറി എന്ന് പറയുമ്പോഴത്തേക്കും 4 മണിയാകുമ്പോഴത്തേക്കിനും അവർ ചെക്ക് ഇൻ ക്ലോസ് ചെയ്യും. സോ വി ഹാവ് ടു ബി ദർ അറ്റ്ലീസ്റ്റ് ബൈ 3:30. ഇവിടെ നിന്ന് ഇനി 1.5 മണിക്കൂർ ഫ്രീ. നമ്മൾ തിരിച്ച് ഇറ്റലിയിലേക്ക്. നമ്മളങ്ങനെ തിരിച്ച് ആ ഫെറിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ കണ്ട ആ കപ്പൽ ദൈവനാമത്ത് കിടപ്പുണ്ട്. അല്ല, കപ്പലിവിടെ കിടപ്പുണ്ട്. കപ്പലിൻ്റെ അടുത്ത് നമ്മളെത്തി. ആ കപ്പലിൽ വന്ന ആൾക്കാരൊക്കെ, ടൂറിസ്റ്റുകളൊക്കെ തിരിച്ച് കയറാനായിട്ട് കപ്പലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ദിസ് ഈസ് റിയലി ഹ്യൂജ്. എൻ്റെ പൊന്നു, എന്ത് വലുതാണ്. നമ്മളിപ്പോൾ ഫെറി ടെർമിനലിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും 2 ദിവസം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച ആയൂബ് സുഹൃത്തിന് വളരെയധികം നന്ദി. അപ്പോൾ ഒരു സ്നേഹോപഹാരമായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുസ്തകം, കുറേ രാജ്യങ്ങൾ കറങ്ങി വന്ന പുസ്തകം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ വായിച്ചു നോക്കുക. സോറി മറ്റദർ മാൾട്ട ഗൈസ്. എനിക്കിത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും പിന്നെ വിദേശത്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. DC ബുക്സിൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കില്ല. ആമസോണിൻ്റെ സൈറ്റിൽ നിന്നൊക്കെ ഈ ബുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. സീ യു അഗെയിൻ. ഞാൻ ഇനിയും വരുന്നതായിരിക്കും മാൾട്ട വിത്ത് മൈ ഫാമിലി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന ആ സെയിം ഫെറിയിലാണോ നമ്മൾ പോകുന്നത്? അത് തന്നെ, സെയിം ഫെറിയിലാണ് നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത്. യെസ്, ഹായ്. നമ്മൾ തിരിച്ച് ഇറ്റലിക്ക് പോകുന്നത്. ഇവിടെ വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ വരിക, നമ്മുടെ പാസ്പോർട്ട് കാണിക്കുക, അന്നേരം അവർ ചെക്ക് ഇൻ ചെയ്തിട്ടൊരു പേപ്പർ തരും.
അത് കാണിക്കുക, അകത്ത് കയറുക. ഇവിടെ പാസ്പോർട്ട് ചെക്കിങ്ങോ വെരിഫിക്കേഷനോ ഇമിഗ്രേഷനോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമ്മൾ വേറൊരു രാജ്യത്തേക്കാണ് പോകുന്നത്. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ അവർ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമായിരിക്കും. ഗംഭീര ഫെറി കേട്ടോ ഇത് വലുതല്ലേ. ഈ ഒരു കപ്പൽ ഞാൻ ഇനിയിപ്പോൾ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നലെ വരുന്ന വഴിക്ക് മാൾട്ടയിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ ഈ ഷിപ്പിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങളും കാണിച്ചാണ്. സോ ദർ ഈസ് നോ നീഡ് ടു ഷോ ദിസ് ഷിപ്പ് അഗെയിൻ. അപ്പോൾ എനിക്ക് ഇന്ന് കുറേ പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട്. സോ ഇന്നലെ കഴിഞ്ഞ വരാൻ നേരം നമ്മൾ മേളിലായിരുന്നത് ക്ലബ് ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ സാധാരണ ക്ലാസ്സാണ്, എക്കണോമിയാണ്, ക്ലബ് ക്ലാസ് അല്ല. സോ ഇവിടെ ഇരിക്കാം നമുക്ക് റിലാക്സ് ചെയ്യാം. 2 മണിക്കൂറുണ്ട്, ഉറങ്ങാം. പക്ഷെ ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് കുറേ പണി ചെയ്ത് തീർക്കാനുണ്ട്. സോ ലെറ്റ് മീ ഫിനിഷ് ദാറ്റ്. അങ്ങനെ സമയം വൈകിട്ട് 5 മണിയായി. മാൾട്ടയോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ ഇറ്റലിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ശരിക്കുമാണല്ലോ, നമ്മൾ വരാൻ നേരം മുകളിൽ കയറിയത് ഭയങ്കരമായിട്ട് നന്നായി. കാരണം താഴെ നമുക്ക് ഭയങ്കര ഒബ്സ്ട്രക്ഷൻസ് ആണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടത്തില്ല. മുകളിലാകുമ്പോഴത്തേക്കിനും മേളിൽ നമുക്ക് അവിടെ പോയി നിന്ന് വ്യൂ ഒക്കെ കാണാമായിരുന്നു. ഇവര് മേളിൽ കയറാൻ ഇവിടെ അടച്ചിട്ടിരിക്കുക, അവർ സമ്മതിക്കത്തുമില്ല. പക്ഷെ എൻ്റെ പൊന്നെ, നമ്മുടെ മറ്റേ കപ്പൽ കണ്ടോ, ഇത് വലുതല്ലേ ഇത്, ആ ക്രൂസ് ഷിപ്പ്. ഇവര് പകൽ രാവിലെ എന്തോ വന്ന് ഹോൾട്ട് ചെയ്താണ് ഇവിടെ. ഇനിയിപ്പോൾ മിക്കവാറും വൈകിട്ടായിരിക്കും എല്ലാവരും തിരിച്ച് കയറിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. ഇതിങ്ങനെ പല ഐലൻഡുകൾ ഇങ്ങനെ കറങ്ങി പോകുന്ന ഒരു കിഡിലൻ ഷിപ്പാണ് MSC വേൾഡ് യൂറോപ്പ. ഒട്ടിപ്പൊളി കിഡിലൻ ഷിപ്പ്. ആ ഷിപ്പ് മൊത്തത്തിൽ എനിക്ക് ഇവിടെ ഈ ഫ്രെയിമിൽ കിട്ടുന്നില്ല, അത്രയും വലുതാണ്. അവിടെ ഒരാളത് ടാറ്റൊക്കെ പറയുന്നത്. എൻ്റെ പൊന്നു, ഭയങ്കര വലുതല്ലേ. അതായത് നമുക്ക് ഉടനെ തന്നെ ഒരു ക്രൂസ് ഷിപ്പിൽ നമുക്ക് പോകണം. ഞാൻ എൻ്റെ KLT UK യാത്ര കഴിഞ്ഞിട്ട് ഞാൻ ശ്വേതയും കൂടെ ഋഷിയുടെ കൂടെ ഞങ്ങളൊരു ക്രൂസ് യാത്ര ഞങ്ങൾ പോകുന്നതായിരിക്കും. കുറേ പേരുണ്ടെങ്കിൽ ക്രൂസ് ഭയങ്കര രസമാണ്. ഇതിന് മേളിൽ വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട്. എനിക്ക് അവിടെ പിള്ളേരൊക്കെ അതിനകത്ത് വരുന്ന കളിക്കുന്നത്. ഇതിനകത്ത് എത്ര സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, എത്ര മുറികളുണ്ടാവും, എത്ര സെറ്റപ്പ്, എത്ര ആളുകളുണ്ടാവും, എത്ര സ്റ്റാഫ് ഉണ്ടാവും എന്നറിയോ. അങ്ങനെ നമ്മൾ ഇറ്റലിയിലെത്തി. നമ്മൾ പൊസല്ലോ എന്ന് പറഞ്ഞ പോർട്ടിലെത്തി. ഇനി ഇവിടെ നിന്ന് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അതിനി എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇങ്ങോട്ട് വന്നത് നിങ്ങൾ കണ്ടല്ലേ, ഇപ്പോൾ 7 മണിയായി. എനിക്ക് ഇവിടെ നിന്ന് 8:30-ക്കാണ് ഇനി അടുത്ത ട്രെയിൻ ഉള്ളത്. അന്ന് വണ്ടിയും കിണ്ടിയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും തണുപ്പ് തുടങ്ങി, ജാക്കറ്റൊക്കെ എടുത്തിടേണ്ടി വന്ന്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെയാണെങ്കിൽ ഒരു കുന്തവും ഇല്ല ഗൈസ്. എനിക്കിവിടെ ഒരു ചേട്ടനെ കിട്ടി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ചേട്ടനെ. ഞാൻ ആ ചേട്ടനെ സംസാരിച്ച് സെറ്റാക്കി ചേട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ നോക്കുന്നു. So is this your UK car? Yeah. Okay, so you drove? Yeah, well, I've kind of I bought the yacht in Croatia. Okay. And so, but I actually live in Italy. It's very confusing. I live in Italy. You live in Italy? Yeah, well, I'm an Italian resident, so I think that's probably the best way to put it. Thank you so much, David. Okay, no nice problem. to meet you. Yeah, Okay. you're welcome. Yeah. Have a fantastic trip. Thank you so much for dropping me. No problem at all. Yeah, pleasure. Okay. Good night. Ciao. ആ കപ്പലിൽ നിന്ന് എനിക്ക് കിട്ടിയ ദൈവദൂതനെ പോലെ വന്ന ആ ചേട്ടൻ റേഞ്ച് റോവർ വണ്ടിയിൽ എന്നെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. സ്റ്റേഷൻ ഇവിടെ ആരുമില്ല ഗൈസ്, ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ആ പുള്ളി ഉണ്ടല്ലോ ഡേവിഡ്, പുള്ളി UK കാരനാണേ. പുള്ളി ഇവിടെ ഏതോ ഒരു ബോട്ടിലാണ് പുള്ളി ജീവിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞത്. പുള്ളിക്ക് എന്തോ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് UK-ൽ. പുള്ളി അവിടെയാണ്, പക്ഷേ അവിടെ വീടും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഇപ്പോൾ ഇവിടുത്തെ റെസിഡൻ്റാണ്, ഇവിടെ ഏതോ ബോട്ടിലാണ് ജീവിക്കുന്നത്. പുള്ളി ഇന്ന് രാവിലെ മാൾട്ടയ്ക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ച് വരുന്ന വരവാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ദൈവമേ, ആരുമില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ, നോബഡി. അതായത് ഇവിടെ ഒറ്റ മനുഷ്യനില്ല റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ ഇനി 8:30 മണിയാകുമ്പോൾ ഒരു ട്രെയിൻ വരും. ഇപ്പോൾ സമയം 7:30 ആയതേ ഉള്ളൂ. 1 മണിക്കൂർ ഞാൻ ഇവിടെ ഇരിക്കണം. എനിക്ക് ഇതാണ് അവസ്ഥ. എന്തുവാടെ ഇത് ഒരിക്കലും മറക്കത്തില്ല കേട്ടോ ഈ യാത്രയിൽ. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം, ഇതെന്താ സാധനം എന്നറിയാമോ, നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യുന്നൊരു മെഷീനാണിത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിൽ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമൊന്നും ഈ സ്റ്റേഷനിൽ ഞാൻ കാണുന്നില്ല. കാരണം ഇവിടെ ആരും ഇല്ല, കണ്ടില്ലേ, ഒറ്റ മനുഷ്യനില്ല. ഇങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിലല്ല, ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ പലവണ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ട്രിപ്പിൽ ഇത്തരത്തിലുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്യാൻ യു ഇമാജിൻ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരൊറ്റയ്ക്ക് ഒരു സ്ഥലത്ത് വന്ന് ഒരു മനുഷ്യനും ഇല്ലാതെ ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഇങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് 1 മണിക്കൂറോടെ ട്രെയിൻ വരുന്ന കാത്ത്. സത്യം പറഞ്ഞാൽ ആ ചേട്ടനെ കിട്ടിയോണ്ടേ വലിയ കാര്യമില്ല. അതുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തതിനെ പണി വാളിയതിനെ. അങ്ങോട്ട് ഞാൻ പോയത് നിങ്ങൾ കണ്ടതല്ലേ. Per Ragusa e non è venuto. Ora non si sa se alle 8:30 c'è il Siracusa. 8:30? Non si sa. No train?
Io se vuoi con la macchina ti porto a Siracusa. Ah. Devi andare a Siracusa tu o Catania. Catania. Catania? Io se vuoi ti porto a Catania. You? Catania? Con la macchina, tassi. Okay. Tassi. Taxi? No money. No money. Io per Catania. Io per Catania. അയ്യോ നോ Per Siracusa. ഇല്ല കുഴപ്പമില്ല വേണ്ട നോ പ്രോബ്ലം ഐ ഗോ ബൈ ടാക്സി അല്ല ട്രെയിൻ Siracusa io mi prendo. ഇല്ല വേണ്ട ചേട്ടാ നോ മണി പാവം ഓക്കെ ഇറ്റ്സ് ഓക്കെ നോ മണി ഞാൻ പാവം എന്നെ Ok, കാശില്ല allora aspetta. നോ പ്രോബ്ലം Alle 8:30 se viene il treno per Siracusa. Però Siracusa ti fermi e poi parti domani. ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം ഓക്കെ Ok. ഓക്കെ പാവം ചേട്ടൻ അയ്യോടാ കഷ്ടമായിട്ട് പുള്ളി ഇവിടെ പുറത്ത് കിടക്കായിരുന്നു നമ്മൾ കണ്ടില്ലേ വരാനൊരു വണ്ടി പുള്ളിയോട് പറഞ്ഞ ഞാൻ കത്താണിക്ക് പോവാണ് സിരാക്കുസ വഴി നീ സിരാക്കുസ പോകാനാണോ ഞാൻ പറഞ്ഞാൽ അതെ ഞാൻ വേണേൽ കൊണ്ടുവിടാം നീ 120 രൂപ തന്നാൽ മതി 120 യൂറോ ആണ് 120 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 12,000 രൂപയായി എനിക്ക് ട്രെയിനിന് 10 പൈസ കൊടുക്കണം ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട ട്രെയിനിന് ടിക്കറ്റ് എടുക്കാനായിട്ട് അയ്യോ ഇതിപ്പോൾ സൗത്ത് ഏഷ്യ തായ്ലൻഡോ അല്ലെങ്കിൽ മറ്റേ സെൻട്രൽ ഏഷ്യ കസാഖിസ്ഥാനോ വല്ല സ്ഥാനങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കയറിപ്പോയി ഇത് യൂറോപ്പാണ് മക്കളെ ഒന്നും നടക്കുകയല്ല ആ ചേട്ടൻ പോയി ചേട്ടൻ ആരെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ഇവിടെ പുറത്തുനിന്ന് കിടക്കുമായിരുന്നു നമുക്ക് പോകേണ്ടത് ഇന്ന് ഇവിടെ നിന്ന് സിരാക്കുസ ഭാഗത്തേക്കുള്ള ലാസ്റ്റ് ട്രെയിനാണ്ടല്ലേ അത് എവിടെ നിന്ന് വരുന്ന ട്രെയിനാണ് അത് 8:26 വരുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ട്രെയിൻ ഇല്ലെങ്കിൽ ഇന്ന് പണി പാളി ഒന്നും ചെയ്യാനില്ല എന്തായാലും 7:32 ആയതേ ഉള്ളൂ ഇനി സമയമുണ്ട് ഞാൻ ഇവിടെ ഒന്ന് നടന്ന് എന്തെങ്കിലും ഫുഡ് വല്ലതും കിട്ടുമെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ പൊസല്ലോ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് ചെറിയൊരു ടൗണായത് ഇവിടെ കാർ റെൻ്റലും ബൈക്ക് റെൻ്റലൊക്കെ ഉണ്ടല്ലോ ഇവിടെ അത് ശരി ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ എനിക്ക് തോന്നുന്നു മാൾട്ടയിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ട് കാറും ബൈക്കും റെൻ്റ് എടുത്തിട്ട് പോകുന്ന പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊന്നും കാണുന്നില്ല തേടാ ദുലാൽ മിനി മാർക്കറ്റ് ഇൻ്റർനാഷണൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഉണ്ട് ഇവിടെ ഉണ്ടോ ബംഗാളികളുടെ കട ഇവിടെ അടുത്ത് റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലായിരുന്നു അവിടെ ബംഗാളികളുടെ കട കയറി ഞാൻ ഇത് വാങ്ങിച്ചു മുഗു പിന്നെ അവിടെ മാഗി നൂഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് എവിടെ ഞാൻ കുക്ക് ചെയ്യാനാ എവിടെ പോയിട്ട് കുക്ക് ചെയ്യാനാ അതിനുള്ള സെറ്റപ്പൊന്നും ഇല്ലല്ലോ അവിടെ ഇവിടെ നിർത്താതെ ഒരു ട്രെയിൻ അങ്ങോട്ട് പോയി ഗൈസ് എനിക്കൊന്ന് ട്രെയിൻ വരാറായെന്ന് തോന്നുന്നു മണി അടിക്കുന്നു ഒരു ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് 1-2 ആൾക്കാർ ഈ പട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടത്താൻ പോകുന്ന ആൾക്കാരുണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ വന്ന് കറങ്ങി തിരിഞ്ഞു പോയി അങ്ങനെ ഫൈനലി എൻ്റെ ട്രെയിൻ ഇവിടെ വരുന്നുണ്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ പണി പാളും ലാസ്റ്റ് ട്രെയിനാണ് നിർത്താതെ എങ്ങനെ പോകാനല്ലേ നിർത്തുമല്ലോ ഈ ട്രെയിനിന് പോയിട്ട് നമുക്ക് സിരാക്കുസ ഇറങ്ങിയിട്ട് 10 മിനിറ്റ് ഗ്യാപ്പിൽ അടുത്തൊരു ട്രെയിനും കൂടെ എടുത്ത് 1 മണിക്കൂറും കൂടെ യാത്രയാണ് ഇന്ന് രാത്രി 11 മണിക്ക് ഞാൻ കത്താനിയ എത്തുള്ളൂ കത്താനിയയിൽ താമസിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അത് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നോക്കണമല്ലോ എന്താ പരിപാടി എന്നുള്ളത് എവിടെ തുറക്കുക ഇവിടെ തുറക്കാമല്ലേ നോക്കട്ടെ ഞാൻ മാത്രമേ ഉള്ളൂ ട്രെയിനിൽ നിന്ന് കയറാനോ ഇറങ്ങാനോ ഒന്നും ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞെക്കി തുറന്നു ഹലോ ഇതിനകത്ത് ആരുമില്ല എന്താല്ലേ ഫുള്ളൊരു ട്രെയിൻ ഞാൻ മാത്രം ഇതിനകത്ത് ഞാനും സ്റ്റാഫും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതെങ്കിൽ ഫുൾ കാലി ഇങ്ങനെയൊക്കെ ട്രെയിൻ ഓടിച്ചാൽ ഇവർക്ക് എങ്ങനെ ലാഭം എനിക്ക് മനസ്സിലാവുന്നത് എന്ത് കഷ്ടമല്ലേ ഒരൊറ്റ മനുഷ്യനില്ല ഇതിവിടെ നിന്നുള്ള ലാസ്റ്റ് ട്രെയിനാണ് ഇങ്ങോട്ടുള്ള ഫസ്റ്റ് ട്രെയിനാണ് ഞാൻ ഇന്നലെ വന്നത് അതും കാലിയായിരുന്നു ഇനിയിപ്പോൾ 1 മണിക്കൂർ യാത്രയുണ്ട് ഒന്നും കാണാനില്ല സോ ലെറ്റ് മീ സിറ്റ് ആൻഡ് പ്ലാൻ വാട്ട് ടു ഡു ടുമോറോ അങ്ങനെ 1 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇടയ്ക്കൊരു സ്റ്റേഷനിൽ നിന്ന് ഒരു അപ്പൂപ്പനും കൂടെ കയറിയായിരുന്നു ഇങ്ങനെ അയ്യോ എൻ്റെ ബാഗ് കൂടെ കുടുങ്ങി സോറി ഗൈസ് അങ്ങനെ ഞാനും അപ്പൂപ്പനും കൂടെ ആ ട്രെയിൻ പിടിച്ച് ഞങ്ങൾ സിരക്കുസ എത്തി നമ്മൾ 9:32 വന്നിറങ്ങിയത് ഇനി ഇവിടെ നിന്ന് 9:45 ഒരു ട്രെയിനുണ്ട് ആ ട്രെയിനിൽ കയറി നമുക്ക് വീണ്ടും ഒരു 100 കിലോമീറ്റർ കൂടെ പോകണം അത് 9:45 ഇട്ട് കഴിഞ്ഞാൽ 10:50 അടുത്ത് ആ ട്രെയിനോട് ഓൾറെഡി കിടപ്പുണ്ട് പക്ഷേ എനിക്കിതിന് ടിക്കറ്റ് സീറ്റ് റിസർവേഷൻ എടുക്കണം ഇതിനകത്ത് സ്ലീപ്പറൊക്കെ ഉണ്ട് അടിപൊളി പക്ഷെ കാലിയാണ് അടിപൊളി ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ക്ലോസ്ഡ് ആണല്ലോ അപ്പോൾ എങ്ങനെ ടിക്കറ്റ് എടുക്കുക നോ ടിക്കറ്റ് I have to go to Catalina. I have Eurail pass.
Not ticket for hour. Okay. So can I go? I can No, go? you can go this train. So you can't do anything? Can you help me to go to Catania? I'm not the train manager, so Okay. in theory it's not possible. understand, okay. ഇത് പണി പാളി കേട്ടോ. അതായത് ഇത് സ്ലീപ്പർ ട്രെയിനാണ്, ഇതിൽ പോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് സ്ലീപ്പർ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കിവിടെ നിന്ന് 1 മണിക്കൂർ പോയാൽ മതി. ട്രെയിൻ മാനേജറെ കണ്ട് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കാണുന്നുമില്ല, വേറെ വഴിയൊന്നുമില്ല. ഞാനിവിടെ പെട്ടുപോകല്ല അങ്ങനെയാണെങ്കിൽ ഇന്ന്. സത്യം പറഞ്ഞാൽ പെട്ടു. അതായത് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ആ ട്രെയിൻ പോകാൻ പറ്റത്തില്ല. ഞാൻ അവരോട് കാല് പിടിച്ച് ചോദിച്ചു. സ്ലീപ്പർ ട്രെയിനാണ്, അതിന് ഇവിടെ നിന്ന് കയറി ഇവിടെ തന്നെ ഇറങ്ങാൻ പറ്റത്തില്ല, 1 മണിക്കൂർ കഴിഞ്ഞുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അപ്പുറത്ത് എവിടെയെങ്കിലും ഇപ്പോൾ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അതിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി പെട്ടു. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് താമസിച്ച ആ ഹോട്ടൽ റൂം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കാം, ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണം. ഹായ്, ഡു യു ഹാവ് റൂം? Yes, I have a room. An available single room? Yes. Okay. I stayed here yesterday. I mean, When? yeah, When you stayed here? a day before. I stayed in this room. A day before? Yeah. So I missed the train. Like I was planning to go to Catania, but I didn't get the train. കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് താമസിച്ച സെയിം റൂം എനിക്ക് തന്നു, സെയിം പ്രൈസിന് തന്നെ. അയ്യോ, ഇതിനകത്ത് നിന്ന് സിഗരറ്റിൻ്റെ വാടകയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും വലിയ അടിയായിപ്പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് പോകാൻ പറ്റുമെന്ന് കരുതിയതാണ്, പക്ഷേ സ്ലീപ്പർ ട്രെയിനായി. ഇപ്പോൾ ഞാൻ കരുതിയില്ല സ്ലീപ്പർ ട്രെയിനാണ്. ഇനി വേറെ വള്ളിയുണ്ട്. നാളെ രാവിലെ പോകാനായിട്ട് എനിക്ക് സീറ്റ് റിസർവ് ചെയ്യണം. ഇവിടെ കൗണ്ടർ ഓപ്പൺ ചെയ്യൂല എന്നാണ് അവിടെ നിന്ന് അച്ചക്ക എന്നോട് പറഞ്ഞത്. ഞാൻ പുറത്ത് പോയി ഫുഡ് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ കഴിക്കാൻ, എനിക്ക് വിശക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ വന്ന് പെട്ട റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ കാണുന്ന ഈ ഹോട്ടൽ കോംബോയിലാണ് എനിക്ക് റൂം കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ബാറുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ മുമ്പിൽ ഇവിടെ ഒരു ബാറുണ്ട്, അവിടെ മുമ്പിൽ പോയി നോക്കട്ടെ എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന്. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഈ കാണുന്നതൊക്കെ ഹോട്ടലാണ്. ആക്ച്വലി ടൗൺ ഉണ്ട്, പക്ഷേ ടൗണിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ടൗൺ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെ മാറിയിടാം. ഇവിടെ എവിടെയോ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് അല്ല, പിസേറിയ ഉണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. പിസ്സ കിട്ടുന്ന സ്ഥലമായിരിക്കും, പോയി നോക്കാം. ഏഷ്യൻ റെസ്റ്റോറൻറ്റ് സുഷി. അമ്മച്ചി കൊള്ളാലോ. പക്ഷെ എൻ്റെ അമ്മ 30-40 യൂറോ ഒക്കെ ആണല്ലോ ഓരോന്നിന്. അത് പൂട്ടിയിട്ടാ. രാത്രി 10 മണിയായില്ലേ, അത് പൂട്ടി. അത് മാത്രമല്ല ഫൈൻ ഡൈനിങ് എന്തോ സെറ്റപ്പ്. എല്ലായിടത്തും ബാറ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല കേട്ടോ. സംഭവം ഇത് മറ്റേ മധുരത്തിൻ്റെ പരിപാടികളാണല്ലോ മൊത്തം ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഇത് ചിക്കൻ്റെ ആണ്. ഞാൻ പോർക്ക് കഴിക്കില്ല, ചിക്കൻ ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ബാക്കിയെല്ലാം പോർക്ക് ആയിരിക്കും. പിന്നെ ഇത് സ്പിനാച്ചിൻ്റെ എന്തോ സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ 2 സാധനം കിട്ടി. അപ്പോൾ അത് ചൂടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചൂടാക്കി തരും. ഞാനൊരു ഈ വെള്ളവും പിന്നെ ആ 2 സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് വാങ്ങിച്ച്. 2 വാങ്ങാറെന്ന് പറയുമോ, ഒരെണ്ണം ഒരെണ്ണം കഴിക്കാമല്ലോ. 5 യൂറോ ഒന്ന് വെള്ളം കൂടെ ചേർത്ത് 6 യൂറോ. ഡിഫൻഡറൊക്കെ കിടക്കുന്നുണ്ട് റോഡിൽ, പൊടി പിടിച്ച്. ഇങ്ങനത്തെ റോഡിൽ ഫുട്പാത്തിൽ സൈഡിൽ ഞാൻ പോകാൻ ഉദ്ദേശിച്ച് വന്ന ട്രെയിൻ പോയി ആക്ച്വലി. ഇനിയിപ്പോൾ 11 മണിയാകുമ്പം ഒരു ട്രെയിനും കൂടി ഇപ്പോൾ വരാനുണ്ട് ഇവിടേക്ക്. അത് കഴിഞ്ഞാൽ സ്റ്റേഷൻ അടച്ചിട്ട് പോകും. പിന്നെ രാവിലെ 4 മണിക്ക് 5 മണിക്ക് അങ്ങോട്ട് തുറക്കുള്ളൂ. അപ്പോൾ ഇന്ന് ട്രെയിൻ മിസ്സായതോടുകൂടി കംപ്ലീറ്റ് പ്ലാനും മാറി. പ്ലാനും മാറെന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ അതനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം കുളമായല്ലോ. ഇതാണ് പ്രശ്നം. നമ്മളിങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാലേ എന്തായാലും അവിടെ മറ്റേ പൊസല്ലോ അവിടെ പെടാഞ്ഞ ഭാഗ്യം. അവിടെ പെട്ടായിരുന്ന പണി പാളിയല്ല. ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു അത്, ആ പോർട്ടെന്ന് പറഞ്ഞൊരു സ്ഥലം. അയ്യോ ഒന്നും പറയണ്ട. ഇവിടെ എത്തിപ്പെട്ടത് ഭാഗ്യ ട്രെയിന്. മറ്റേ എന്ത് ചെയ്യാനാ. ഇങ്ങനെയൊക്കെയാണ് രസമല്ലേ ഇതൊക്കെ. അടിപൊളിയല്ലേ, ഭയങ്കര രസമാണ്. റൂം കിട്ടിയത് ഭാഗ്യം. അയ്യോ, അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് നാളെ നമുക്ക് നോക്കാനുള്ളത്. എന്തായാലും ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാൻ മറീനോ പോകുക എന്നുള്ളതാണ്. ഇറ്റലിക്കുള്ളിലെ ഒരു രാജ്യമാണ്, കുഞ്ഞു രാജ്യമാണ് സാൻ മറീനോ എന്ന് പറയുന്നത്. അവിടെ പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് മറ്റേ ട്രെയിൻ കാണണ്ടേ, ഏതാ കപ്പൽ കയറിപ്പോകുന്ന ട്രെയിൻ. ആ കപ്പൽ കയറിപ്പോകുന്ന ട്രെയിനാണ് നമുക്ക് നാളെ പിടിക്കേണ്ടത്. ഓക്കെ, എന്തായാലും see you guys, നാളെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.